ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റിൽ ഒരു കൊഞ്ച് കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ കൊഞ്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പച്ചമുളക് ആവശ്യത്തിന് എടുത്താൽ മതി. നമുക്കിപ്പം എരിവ് കുറച്ച് വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഇഞ്ചി, കൊടംപുളി, തക്കാളി, കറിവേപ്പില ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ഒരു തക്കാളിയാണേ. കൊടംപുളി ഒരു 3 അല്ലി, പിന്നെ ഒരു മുറി തേങ്ങ ചിരകി അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കൊഞ്ചിൽ നമുക്ക് പച്ച കീർക്കലൊന്ന് കുത്തി വെക്കാം. കാരണം എന്ന് വെച്ചാൽ വെന്ത് വരുമ്പോൾ ഉണ്ടല്ലോ അതങ്ങ് ചുരുണ്ട് പോവും. ഒരുമാതിരി ചെറുതായിട്ട് ഇങ്ങനെ ചുരുണ്ട് വരും. അപ്പോൾ നമ്മൾ പച്ചക്കറികളെല്ലാം കുത്തി എല്ലാ കൊഞ്ചിലും പച്ചക്കറികൾ കുത്തി വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് മൺചട്ടി അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് പച്ചമുളകും കൊടംപുളിയും കറിവേപ്പില തക്കാളി ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്കിതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പച്ചമണം ഒന്ന് മാറാനാണ്, ഒരു മുളകിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഒത്തിരി ഒന്ന് മൂത്ത് പോകണ്ടേ. ഇനി നമുക്കിതിലേക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. നല്ലതോളം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്ത് വെച്ച കൊഞ്ചിട്ട് കൊടുക്കാം. നമ്മൾ കൊഞ്ചിട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെക്കണം. കാരണം എന്ന് വെച്ചാൽ കൊഞ്ചിന് വേഗം കൂടുതലാണ്. അപ്പോൾ ഈ 2-ാം പാലിരുന്ന് നല്ലതുപോലെ ഒന്ന് വേകണം. അപ്പോൾ ഏകദേശം കൊഞ്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഈ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളയ്ക്കരുത്. അതിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. ഒത്തിരി അങ്ങ് തിളച്ചാൽ ഒരുമാതിരി കിടക്കും. ഈ തേങ്ങ പീരയെല്ലാം ഇങ്ങനെ പൊങ്ങി വന്നിങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തിളയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് കുറച്ച് കടുക് താളിച്ച് നമുക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട്. നമ്മളിത് പാലിൽ വറ്റിച്ചെടുത്ത കൊഞ്ചാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്കിതുപോലെ നല്ല റെസിപ്പിയായിട്ട് കാണാം. ബൈ.